ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് പച്ചച്ചക്ക ഉപയോഗിച്ചിട്ട് നല്ല അടിപൊളി ക്രിസ്പി മുറുക്ക് തയ്യാറാക്കിയാലോ. നമ്മൾ പച്ചച്ചക്ക ഉപയോഗിച്ചിട്ട് പലതരം വെറൈറ്റി റെസിപ്പികൾ തയ്യാറാക്കിയിട്ടുണ്ടെങ്കിലും പച്ചച്ചക്ക മുറുക്ക് നമ്മൾ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യുന്നത്. സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ അവിടെയൊക്കെ പച്ചച്ചക്ക ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു പ്രാവശ്യം ഇതേപോലെയൊക്കെ വന്ന് മുറുക്കൊന്ന് തയ്യാറാക്കി നോക്കുക. ഞാനിപ്പോൾ ചക്ക വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ കുരുവും ചവിണിയൊക്കെ ഒന്ന് മാറ്റിയെടുത്ത് വയ്ക്കാം. ഇനി നമുക്കിതിനെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്യാതെ വേണമെങ്കിൽ നമുക്ക് ഇത് ആവി കയറ്റിയെടുത്ത് മിക്സിയുടെ ജാറിൽ അടിച്ചെടുത്താൽ മതി. അല്ലാതെ നമുക്ക് ആവി കയറ്റാതെ വേണമെങ്കിലും പച്ചച്ചക്ക ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ഇതേപോലെ അടിച്ചെടുക്കാം. അത് നമ്മുടെ ഇഷ്ടമാണ്. ഇത് രണ്ട് രീതിക്ക് ചെയ്താലും ടേസ്റ്റിൽ വലിയ വ്യത്യാസങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല. ഞാനിപ്പോൾ ആവി കയറ്റുന്നില്ല. നമ്മുടെ മിക്സിയുടെ ജാറിൽ അടിക്കാനായിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്ക് ഒരുപാട് വെള്ളമൊന്നും ചേർക്കണ്ട. ഇത് കുറേശ്ശായിട്ട് അടിച്ചാൽ നമുക്ക് നല്ല ഫൈനായിട്ട് അടിച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അതിനായിട്ട് ഞാൻ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിടുന്നുണ്ട്. നമ്മൾ ആവി കയറ്റി എടുക്കുകയാണെങ്കിൽ അതിന് ശേഷം നമുക്ക് തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിൽ ഇതേപോലെ നന്നായിട്ട് അടിച്ചെടുക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ നമ്മൾ ചക്ക കട്ട് ചെയ്ത് വച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ചെറിയ ഉള്ളി 4ഓ 5ഓ ചേർത്ത് നമുക്ക് നന്നായിട്ട് ഇത് രണ്ടും കൂടി ചേർത്ത് നല്ലതുപോലെ ഇതൊന്ന് അടിച്ചെടുക്കാം. ചക്കയുടെ കഷ്ണങ്ങളൊന്നുമില്ലാതെ നല്ല ഫൈനായിട്ട് തന്നെ ഇത് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഇത് അടിച്ചെടുത്തിട്ടുണ്ട്, കണ്ടോ. ഇനി നമ്മൾ വേറെ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഈ ചക്കയുടെ പൾപ്പ് മാത്രം മതി. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് അരിപ്പൊടിയാണ്. നമ്മുടെ പുട്ടിൻ്റെ തരിതരിപ്പുള്ള അരിപ്പൊടിയാണ് ചേർക്കുന്നത്. വറുത്ത അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ഇടിയപ്പമൊക്കെ ഉണ്ടാക്കൂലേ, ആ ഒരു കൺസിസ്റ്റൻസിയാണ് മാവിന് വേണ്ടത്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ മാവ് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ 2 സ്പൂണ് അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടെ ചേർത്ത് നമുക്കിത് മിക്സ് ചെയ്ത് നോക്കാം. നമ്മൾ ഇടിയപ്പത്തിൻ്റെ മാവൊക്കെ തയ്യാറാക്കുന്ന ആ ഒരു കൺസിസ്റ്റൻസിയാണ് മാവിന് വേണ്ടത്. ഇനി നമുക്ക് പച്ചമുളക് വേണമെങ്കിൽ ചേർക്കാം. ഒരു ചെറിയൊരു കളറ് കിട്ടാനായിട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി. എരിവൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. മുളക് പൊടിയും ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കാം. ആദ്യം സ്പൂൺ കൊണ്ടൊന്ന് നമുക്കിതേപോലെ ഒന്ന് നോക്കിയതിന് ശേഷം ഒന്ന് കട്ടിയായി വരുന്ന സമയത്ത് നമുക്ക് കൈ കൊണ്ട് നല്ലതുപോലെ ഇതൊന്ന് കുഴച്ചെടുക്കാവുന്നതാണ്. നല്ല സോഫ്റ്റ് കിട്ടാനായിട്ട് നമുക്ക് മാവിനൊരു സോഫ്റ്റ് കിട്ടാനായിട്ട് കുറച്ച് എണ്ണ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ അല്പം കൂടി മാവ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലതുപോലെ ഇതൊന്ന് കുഴച്ചെടുക്കാം. ഇത്രയേ ഉള്ളൂ നമ്മുടെ പരിപാടി. ഇനി നമ്മൾ ഇതിലേക്ക് ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ ജീരകം ചേർത്ത് അരയ്ക്കാറില്ല. നമ്മൾ മാവിലേക്കാണ് ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് എള്ള് വേണമെങ്കിൽ, കറുത്ത എള്ള് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കൈവശം എള്ള ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ചെറിയ ജീരകം ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ മാവ് ഒന്ന് ഡ്രൈ ആയി പോകാതിരിക്കാനായിട്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് രണ്ടും കൂടി ചേർത്ത് മാവ് നല്ലതുപോലെ ഒന്ന് മയം വരുന്നത് വരെ ഒന്ന് കുഴച്ചെടുക്കാം. ഈ സമയം നമ്മൾ എണ്ണ ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ എണ്ണ ചൂടാവുന്ന സമയത്ത് ഡയറക്റ്റായിട്ട് നമുക്ക് അതിലേക്ക് മുറുക്ക് പിഴിഞ്ഞൊഴിക്കുന്നതിൽ നല്ലത് നമ്മളൊരു ഇല വാട്ടിയതിന് ശേഷം അതിലൊരല്പം എണ്ണ തടകി അതിലേക്ക് നമ്മൾ മുറുക്ക് തയ്യാറാക്കി വച്ചിട്ട് എണ്ണയിലേക്ക് ഇടുകയാണെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിരിക്കും. ഇതാണ് മുറുക്കിൻ്റെ അച്ച്. ഞാനിപ്പോൾ ഒരു ഇല വാട്ടി അതിലേക്കൊരല്പം എണ്ണ സ്പ്രെഡ് ചെയ്തതിന് ശേഷം മുറുക്ക് അതിലേക്ക് തയ്യാറാക്കി വയ്ക്കുന്നുണ്ട്. എനിക്ക് ഡയറക്റ്റ് എണ്ണയിലോട്ട് ഇടാനായിട്ട് ആ ഒരു ഷേപ്പൊന്നും കറക്റ്റായിട്ട് കിട്ടത്തില്ല. അതുകൊണ്ട് ഈ ഒരു രീതിക്കാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് ഇതേപോലത്തെ അച്ചില്ല എന്നുണ്ടെങ്കിൽ, ചിലപ്പോൾ നമ്മുടെ ഈ സേവനാഴി വാങ്ങിക്കുന്ന സമയത്ത് ഇതേപോലത്തെ സ്റ്റാറിൻ്റെ മുറുക്ക് അച്ചില്ല എന്നുണ്ടെങ്കിൽ
കടകളിൽ സെപ്പറേറ്റ് വാങ്ങിക്കാനായിട്ട് കിട്ടും. ഇല്ലയെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ സേവാനഴിയൊക്കെ വാങ്ങുന്ന സമയത്ത് 2 സ്റ്റാർ പോലത്തെ പക്കാവടയുടെ കച്ചുണ്ട്, ഇതേപോലെ. അപ്പം അതിലിടുകയാണെങ്കിൽ നമുക്ക് കൈ കൊണ്ടൊക്കെ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് ഷേപ്പ് ഇല്ലാത്തൊരു രീതിക്ക് കിട്ടും. കറക്റ്റ് മുറുക്കിൻ്റെ അച്ച് തന്നെ ഉപയോഗിക്കുകയാണെങ്കിൽ കറക്റ്റ് ആ സെയിം മുറുക്കിൻ്റെ ആ ഷേപ്പ് തന്നെ കിട്ടും. അപ്പം നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ.